ഗ്രാമത്തിൽ 100 പേരുണ്ട്. അവരിൽ 99 പേരും ക്യാബേജ് ആണ് വിൽക്കുന്നത്. എന്നാൽ ഉണക്കയിറച്ചി വിൽക്കുന്ന ഒരു ആൺകുട്ടിയുണ്ട്. ഉണക്കയിറച്ചിക്ക് ക്യാബേജിനേക്കാൾ വിലക്കുറവാണെങ്കിലും ആരും അത് വാങ്ങാറില്ല. കാരണം ആ കുട്ടിയുടെ ഉണക്കയിറച്ചിക്ക് മോശം ഗന്ധമാണെന്നും അത് കഴിച്ചാൽ വിചിത്രമായിട്ടുള്ള അസുഖങ്ങൾ വരുമെന്നും ഗ്രാമവാസികൾ പറയുന്നു. ഒരു മനുഷ്യൻ ഇത് കേൾക്കാനിടയായപ്പോൾ ആകാംക്ഷയോടെ അവൻ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ആ ഇറച്ചിക്ക് ഒരു ചീഞ്ഞ ഗന്ധമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. തലേ ദിവസം മലനിരകളിൽ വെച്ച് അയാൾ അനുഭവിച്ച അതേ ഗന്ധമായിരുന്നു അത്. ഇന്നലെ അയാൾ മലനിരകളിൽ പ്രവേശിച്ചപ്പോൾ വായുവിൽ മുഴുവൻ ആ ചീഞ്ഞ ഗന്ധമായിരുന്നു. ആ ഗന്ധം വരുന്നത് അധികം അകലെയല്ലാത്ത ഒരിടത്ത് നിന്നാണെന്ന് അയാൾ ശ്രദ്ധിച്ചു. പെട്ടെന്നാണ് അയാൾ ഒരു രൂപത്തെ കണ്ടത്. ആ രൂപവുമായി കണ്ണുകൾ ഉടക്കിയ നിമിഷം അയാളെ ശരീരം അനക്കാൻ പറ്റാതെയായി. അപ്പോൾ ആ രൂപം അയാളോട് പറഞ്ഞു, ഇത്തവണ ഞാൻ നിന്നെ കൊല്ലുന്നില്ല. ആ രൂപം തിരിഞ്ഞു നടന്നതോടെ അയാൾക്ക് വീണ്ടും ശരീരം അനക്കാൻ സാധിച്ചു. ആ രൂപത്തോടൊപ്പം ആ ചീഞ്ഞ ഗന്ധവും അപ്രത്യക്ഷമായി. തന്റെ ഉള്ളിലെ സംശയങ്ങൾ തീർക്കാൻ പുതിയ ഉണക്കിയിറച്ചി ഉണ്ടോ എന്ന് അയാൾ ആ ആൺകുട്ടിയോട് ചോദിച്ചു. ഇത് കേട്ട കുട്ടി അയാളെ സ്നേഹപൂർവ്വം തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്നാൽ കുട്ടി വീടിന്റെ വാതിൽ തുറന്നപ്പോൾ പരിചിതമായിട്ടുള്ള ഒരു ചീഞ്ഞ ഗന്ധം വീണ്ടും അനുഭവപ്പെട്ടു. കുട്ടിയുടെ വീടിന്റെ മേൽക്കൂരയിൽ മുഴുവൻ ചീഞ്ഞ മാംസം തിന്നുന്ന കാക്കകളായിരുന്നു. ഈ വിചിത്രമായ കാഴ്ച കണ്ടപ്പോൾ എന്തോ തകരാറുണ്ടെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ആ സമയത്ത് കുട്ടിയുടെ സഹോദരൻ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ആ മനുഷ്യനെ വീടിനുള്ളിലേക്ക് ക്ഷണിക്കുകയും നല്ല ഉണക്കിയിറച്ചി തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആദ്യ കാഴ്ചയിൽ തന്നെ അയാൾ കുട്ടിയുടെ സഹോദരനെ തിരിച്ചറിഞ്ഞു. അത് ഇന്നലെ അയാളെ കൊല്ലാൻ നോക്കിയ അതേ രൂപമായിരുന്നു. ഇന്നലെ മലനിരകളിൽ പോയിരുന്നോ എന്ന് അയാൾ ആ സഹോദരനോട് ചോദിച്ചു. എന്നാൽ താൻ പോയിട്ടില്ലെന്നായിരുന്നു അയാളുടെ മറുപടി. കൂടാതെ ആ സഹോദരന് ആ ചീഞ്ഞ ഗന്ധം ഒട്ടും അനുഭവപ്പെടുന്നില്ലെന്ന് അയാൾക്ക് മനസ്സിലായി.